സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഇലക്ഷന്റെ ആ ഒരു വിധിയെല്ലാം വന്നതിന് ശേഷം നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷം തോറ്റുപോയതും വലതുപക്ഷം കയറി വരുന്നതും തമിഴ്നാട്ടിലെ വിഷയങ്ങളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. തമിഴ്നാട്ടില് സൗത്ത് ഇന്ത്യ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് വന്ന് വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഒരു ഓളം ഉണ്ടാക്കിയ ഒരു മനുഷ്യനായിട്ട് തന്നെ വിജയ് മാറിക്കൊണ്ടിരിക്കുകയാണ്. വിജയ് സിനിമയിൽ കൂടിയാണ് വന്നതെങ്കിലും ആ സിനിമയിൽ നിന്ന് തന്റെ വരുമാനമായിട്ടുള്ള 200 കോടിയും വേണ്ടെന്ന് വെച്ചിട്ട് രാഷ്ട്രീയത്തിലേക്ക്, സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ഒരു കാഴ്ച നമ്മൾ കണ്ടല്ലേ. അതായത് വെറും 2 വർഷം മാത്രം എടുത്തിട്ട് രൂപീകരിച്ചൊരു പാർട്ടിയാണ് TVK എന്ന് പറയുന്നൊരു പാർട്ടി. വെറും 2 വർഷം കൊണ്ട് തന്നെ രൂപീകൃതമായിട്ടുള്ള ഒരു പാർട്ടിക്ക് DMKയും ADMKയും ഒക്കെ തോൽപ്പിച്ചുകൊണ്ട് വൻ ഭൂരിപക്ഷത്തിൽ, അതായത് 100ന് മുകളിൽ സെഞ്ചുറി അടിച്ചുകൊണ്ടൊക്കെ വരാൻ സാധിക്കുമെന്നുള്ള ചോദ്യത്തിന് വരാൻ സാധിക്കുമെന്നുള്ളതിന്റെ ഒരു ഉത്തരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല വിഷയങ്ങളും വന്ന് നമ്മൾ അതെല്ലാം ചർച്ച ചെയ്തു. വിജയ്ക്കെതിരെ വിജയുടെ ഭാര്യ വന്ന് രംഗത്തേക്ക് വരുന്നു, തൃശ്ശയുമായിട്ട് അവിഹിതമുണ്ടെന്നുള്ള വാർത്തകൾ വരുന്നു. പിന്നീട് വിജയുടെ പല സാമ്പത്തിക ഇടപാടുകളിലുള്ള സംഭവങ്ങൾ, അതിന്റെ സംശയങ്ങളൊക്കെ പലരും പറയുന്നു. പിന്നീട് വിജയുടെ ഈ പറയുന്ന റോഡ് ഷോയ്ക്കിടയിൽ, റാലിക്കിടയിൽ പല ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. ആ ദുരന്ത മുഖത്ത് നിന്ന് ഓടി ഒളിക്കുന്ന വിജയ്, പിന്നീട് അവർക്കെല്ലാം രക്ഷകനായിട്ട് അവരുടെ എല്ലാം ഒരു രക്ഷകർത്താവിനെ പോലെ വരുന്ന വിജയ്, ഇതെല്ലാം DMK വലിയൊരു ആഹ്ലാദമായിട്ട് അല്ലെങ്കിൽ വലിയൊരു അവസരമായിട്ട് എടുത്തുകൊണ്ട് മുതലെടുപ്പ് നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. നമ്മൾ അതും ചർച്ച ചെയ്താണ് അല്ലേ. DMK എന്ന് പറയുന്ന ഒരു പാർട്ടി, MK സ്റ്റാലിൻ എന്ന് പറയുന്ന 15 വർഷമായിട്ട് ആ ഒരു തമിഴ്നാട് അടക്കി വാഴുന്ന ആ ഒരു പാർട്ടിയെ ഇടംപരിശാക്കിക്കൊണ്ട് തന്നെ വിജയുടെ TVK എന്ന് പറയുന്ന ഒരു പാർട്ടി കയറി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത്രയും നാളും 15 വർഷമായിട്ട് ഒരാൾക്ക് പോലും തകർക്കാൻ സാധിക്കാത്തൊരു കോട്ടയായിട്ടുള്ള DMKയുടെ കോട്ട വെറും 2 വർഷം മാത്രം സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി അധികം പരിചയമൊന്നുമില്ലാതെ സിനിമയിൽ നിന്ന് വന്ന് രാഷ്ട്രീയത്തിലേക്ക് കയറി വിജയ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ജോസഫ് വിജയ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കീഴടക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെ തകർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അയാളുടെ റേഞ്ച് ഒന്ന് വേറെ തന്നെയാണ്. നമ്മളെല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ അല്ലേ. ഒരു സിനിമാ നടൻ എന്നതിനേക്കാൾ അപ്പുറം വിജയ് ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തകനായി മാറി എന്നുള്ളതിന്റെ ഒരു നേർക്കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 200 കോടി രൂപ പ്രതിഫലം വാങ്ങുന്ന ഒരു മനുഷ്യൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അവിടെ അഴിമതി കാണിക്കത്തില്ല, കൈയിട്ട് വാരത്തിൽ ഒരു വൃത്തികേടും കാണിക്കത്തില്ല എന്നുള്ള ജനങ്ങളുടെ വിശ്വാസം, ആ വിശ്വാസം തന്നെയാണ് ജനങ്ങളുടെ ഒരു ജനവിധി എന്നുള്ള രീതിയിൽ, അല്ലെ ഇലക്ഷന് ജനങ്ങൾ അവരുടെ കയ്യിൽ മഷി പതിയുന്ന സമയത്ത് അവരത് വിജയിക്ക് വേണ്ടി സമ്മാനമായിട്ട് നൽകുന്ന സമയത്തൊക്കെ അവർ ചിന്തിച്ചത്. അത് തന്നെ എന്തായാലും നടപ്പിലാവും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. MGRന് ശേഷം കേരളം കണ്ട, അല്ലെങ്കിൽ തമിഴ്നാട് കണ്ട ഏറ്റവും വലിയൊരു വിജയം, ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ, വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുക എന്ന് പറയുന്നത് വിജയുടെ ഒരു വിജയം തന്നെയായിരിക്കും. പലപ്പോഴും ഞാനും അടക്കം ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുള്ളതാണ്, വിജയുടെ ഈ പറയുന്ന ഫാൻ ബേസ് കൊണ്ടൊന്നും വിജയ്ക്ക് ഇലക്ഷന് പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല. വിജയുടെ ഫാൻ ബേസ് ആണ് വിജയ് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം വിജയെ കാണാനായിട്ട് വരുന്നതും ആ ഫാൻ ബേസ് കൊണ്ട് മാത്രം എങ്ങനെയാണ് വിജയ് വിജയിക്കുക എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നതാണ്. എന്നാൽ ഈ ഒരു വിജയവും വിജയ്ക്ക് മാത്രം സ്വന്തമാണ്, വിജയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് മാത്രം സ്വന്തമാണ്. വിജയ് ഒരു അധികാര ദുർവിനിയോഗവും ചെയ്യത്തില്ല എന്നുള്ള ജനങ്ങളുടെ ആ ഒരു വികാരം, അല്ലെ ജനങ്ങളുടെ ആ ഒരു മനസ്സ്, അല്ലെ ഒരു ചിന്താഗതി, അത് തന്നെയാണ് വിജയ്ക്ക് ഒരു തുണയായതും വിനയാവാതെ വിജയ്ക്ക് പോയ കാര്യവും അത് തന്നെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വിനയായത് ആർക്കാണ്? DMKക്കാണ്. വിജയെ പരസ്യമായിട്ടും രഹസ്യമായിട്ടും വെല്ലുവിളിച്ചിരുന്ന ഒരു ടീമായിരുന്നു DMK. ചെയ്ത് കാണിക്കാൻ പറ്റുമെങ്കിൽ ചെയ്ത് കാണിക്കണം, ഞങ്ങൾ ചെയ്ത് കാണിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരൂർ ദുരന്തം, വിജയുടെ റാലിക്കിടെ ഉണ്ടായിട്ടുള്ള പല ദുരന്തങ്ങളും, ആ ദുരന്ത മുഖത്ത് നിന്ന് വിജയെ കുറ്റപ്പെടുത്തുന്ന MK സ്റ്റാലിൻ അടക്കമുള്ള മുഖ്യമന്ത്രി, അല്ലെങ്കിൽ അവരുടെ ഭരണപക്ഷത്തിരിക്കുന്ന പല ആളുകളും പല നെറികേടുകൾ കാണിക്കുമ്പോഴും അവരെല്ലാം ചെറുപുഞ്ചിരിയോടുകൂടി മാപ്പ് കൊടുത്ത് വിട്ടിരുന്ന വിജയെ നമുക്കറിയാം അല്ലേ. വെറും വിജയ് അല്ല, ജോസഫ് വിജയ് എന്ന് പറയുന്ന നമ്മുടെ എല്ലാവരുടെ ഇളയ തളപതി. ആ ഇളയ തളപതി സിനിമയിൽ മാത്രമല്ല ലൈഫിലും ഹീറോ ആണെന്നുള്ളതിന്റെ നേർക്കാഴ്ച കൂടിയാണ് ഈ ഒരു ഇലക്ഷനിൽ നമ്മൾ കാണുന്നത് അല്ലേ. അപ്പൊ വിജയെ പറ്റി ഒരുപാട് പോസ്റ്റുകളാണ്, അതിൽ ഒരുപാട് ആളുകൾ വിജയ്ക്കെതിരെ പറയുന്നുണ്ട്, വിജയ്ക്ക് വേണ്ടി പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ അണ്ണനൊന്നും കാണാതെ പറയില്ല. TN07CM 2026 ദി ഗോട്ടിലെ കാറിന്റെ നമ്പർ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആരാധകർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ പോസ്റ്റുകളുണ്ട്. പിന്നെ വേറെ പോസ്റ്റ് പറയുന്നത് 15 വർഷത്തെ സ്റ്റാലിന്റെ കൊടികെട്ടി വായിച്ച തടയാൻ ADMKക്ക് കഴിഞ്ഞില്ല, എന്നാൽ വെറും 2 വർഷം മുന്നേ ഉണ്ടാക്കിയ ഒരു പാർട്ടി അവരെ ഇല്ലാതാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞേക്ക്. പല രീതിയിൽ ഇല്ലാതാക്കാൻ നോക്കിയിട്ടും ഒരൊറ്റ പേര് അവിടെ നിറഞ്ഞു കേട്ടു, തളപതി വിജയ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പോസ്റ്റ്. അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. തമിഴകത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ചുവപ്പും മഞ്ഞയും കലർന്ന പുതിയൊരു സൂര്യോദയമാണിത്. വെള്ളിത്തിരയിലെ ആരവങ്ങളിൽ നിന്നും നാടിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിലേക്ക് ഒരു നായകൻ നടന്നു കയറിയിരിക്കുന്നു. അരനൂറ്റാണ്ട് കാലമായി തമിഴ്നാടിനെ ഭരിച്ചിരുന്ന ഇരു മുന്നണികളുടെയും കോട്ടകൾ തകർത്തെറിഞ്ഞുകൊണ്ട് തമിഴക വെട്രിക്കഴകം TVK ഇന്ന് ജനങ്ങളുടെ ശബ്ദമായി മാറിയിരിക്കുകയാണ്. പക്ഷേ ജോസഫ് വിജയ് എന്ന മനുഷ്യൻ അണിഞ്ഞിരിക്കുന്ന ഈ കിരീടം പൂക്കൾ കൊണ്ട് തീർത്തതായിരുന്നില്ല, മറിച്ച് വേദനകളുടെയും വേട്ടയാടലുകളുടെയും കനൽ വഴികൾ താണ്ടി
നേടിയെടുത്തതാണ്. ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് തുടക്കം കുറിക്കേണ്ടിയിരുന്ന കരൂരിലെ മണ്ണിൽ തിക്കിലും തിരക്കിലും വിട്ട് പൊലിഞ്ഞ ജീവനുകളുടെ നൊമ്പരം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തീർത്ത മുറിവ് ചെറുതല്ല. പഴിചാരലുകളുടെയും വിവാദങ്ങളുടെയും കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ, അന്വേഷണങ്ങളുടെ മുനമ്പുകൾ നീണ്ടപ്പോൾ, ഒരു നിമിഷം ആ യാത്ര പതറിയെന്ന് പലരും കരുതി. എന്നാൽ തന്റെ രാഷ്ട്രീയ മോഹങ്ങളെക്കാൾ വലുത് ജനങ്ങളുടെ ജീവനാണെന്ന് പ്രഖ്യാപിച്ച് അദ്ദേഹം അവർക്കൊപ്പം കരഞ്ഞു. അവരുടെ സ്വന്തം ദളപതിയെ നിലകൊണ്ടു. ഒരു കണ്ണീർപ്പാടുകളിൽ നിന്നാണ് കൂടുതൽ കരുത്തേറ്റ ഒരു യഥാർത്ഥ ജനനായകൻ ഉയർത്തെഴുന്നേറ്റത്. ഒരു കലാകാരൻ എന്ന നിലയിൽ തന്റെ അവസാന വാക്കായ ജനനായകൻ എന്ന ചലച്ചിത്രത്തിലൂടെ ജനങ്ങളോട് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അധികാരത്തിന്റെ ഇരുമ്പ് മറകൾ സെൻസർഷിപ്പിന്റെ രൂപങ്ങളിൽ വിലങ്ങുതടിയായി നിന്നു. നമുക്കറിയാം, സിനിമ സെൻസർ ബോർഡ് ഫ്രീസ് ചെയ്തല്ല, സിനിമ പുറത്തിറക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് കളിച്ച കളികളൊക്കെ നമുക്കറിയാം. അപ്പൊ അതിന്റെ ബാക്കി പറയുന്നത് ഇങ്ങനെയാണ്: നാടിന്റെ നായകനെ സ്ക്രീനിൽ കാണാൻ ആഗ്രഹിച്ച ജനതയ്ക്ക് മുന്നിൽ ഭരണകൂടം തടസ്സങ്ങൾ സൃഷ്ടിച്ചു. അദ്ദേഹത്തിന് നിശബ്ദനാക്കാനും ജനങ്ങളിൽ നിന്ന് അകറ്റാനുമുള്ള ആസൂത്രിതമായ ശ്രമങ്ങളുണ്ടായി. പക്ഷെ വിലക്കപ്പെട്ട ശബ്ദങ്ങൾക്ക് കരുത്തേറുമെന്ന സത്യം കാലം തെളിയിച്ചു. ഇരുട്ടിലാക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾ ജനഹൃദയങ്ങളിൽ കൂടുതൽ പ്രകാശത്തോടെ ജ്വലിച്ചു. കാലം കാത്തുവെച്ച കാവ്യനീതിയായിരുന്നു 2026 ആ മഹാവിജയം. വേദനകളെയും അടിച്ചമർത്തലുകളെയും തന്റെ ഇച്ഛാശക്തി കൊണ്ട് മറികടന്ന ആ യാത്ര ഇന്ന് തമിഴകത്തിന്റെ ഭരണസാരഥ്യത്തിൽ എത്തി നിൽക്കുന്നു. 100-ലേറെ സീറ്റുകളുടെ ചരിത്ര വിജയവുമായി പഴയ രാഷ്ട്രീയ സമവാക്യങ്ങളെ എല്ലാം മാറ്റി എഴുതിക്കൊണ്ട് വിജയ് ഇന്ന് നാടിനെ നയിക്കുന്നു. വെള്ളിത്തിരയിലെ നായകനിൽ നിന്നും യാഥാർത്ഥ്യങ്ങളുടെ പരുക്കൻ ഭൂമിയിലെ ജനങ്ങളുടെ നായകനിലേക്കുള്ള ദളപതിയുടെ മാറ്റം. പ്രതിസന്ധികളെ അതിജീവിച്ച ഒരു പോരാളിയുടെ ചരിത്രമാണ് വരുംകാല തമിഴകത്തിന്റെ പ്രതീക്ഷയുമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. വളരെ വ്യക്തമായുള്ള കാര്യം തന്നെയാണ്. TVK എന്ന് പറയുന്ന ഒരു പാർട്ടി, അല്ലെങ്കിൽ വിജയ് രൂപീകരണം നൽകിയ ഒരു പാർട്ടി, ഈ പറയുന്ന DMK എന്ന് പറയുന്ന തമിഴകം അടക്കി വാണിരിക്കുന്ന ഒരു പാർട്ടിയുടെ കോട്ട തകർക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് നിസ്സാര കാര്യമൊന്നുമല്ല. അതൊക്കെ വായിക്കുമ്പോൾ അല്ലാതെ കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ രോമം ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. ആ രീതിയിലുള്ള ഒരു കാര്യം തന്നെയാണ് വിജയെ പറ്റി പല ആളുകളും പറയുന്നത്. സിനിമയിൽ നിന്ന് മാറി രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഇവരൊക്കെ എന്ത് പ്രതീക്ഷിച്ചാണ് വരുന്നതെന്ന് പല ആളുകളും ചോദിക്കുന്നതിനിടയിൽ ജനങ്ങളുടെ ക്ഷേമം ആഗ്രഹിച്ചാണ്, ജനങ്ങൾക്ക് അവർക്ക് വേണ്ടി നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് ഞാൻ വരുന്നത് വിജയ് പറഞ്ഞത് മുതൽ ജനങ്ങൾക്ക് വിജയോടൊരു സ്നേഹവും ജനങ്ങൾക്ക് വിജയോടൊരു വലിയൊരു അടുപ്പവും തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചലച്ചിത്ര താരങ്ങളും ഏറ്റവും കൂടുതൽ സ്ത്രീകളും വോട്ട് ചെയ്തിരിക്കുന്നതും വിജയ്ക്ക് വേണ്ടി തന്നെയാണ്. അല്ലെങ്കിൽ വിജയുടെ ആ ഒരു ഇലക്ഷന്റെ സമയത്താണ് ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യാനായിട്ട് ആളുകൾ പോയതെന്നുള്ളൊരു വ്യത്യസ്തമായ വാർത്തയും നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. വേറെ പോസ്റ്റിലേക്ക് കണ്ടത്, ഇലക്ഷൻ റിസൾട്ട് എന്ത് തന്നെ ആയാലും തമിഴ്നാട്ടിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ ഒന്നും കൂടാതെ 234 മണ്ഡലങ്ങളിലും ഒറ്റയ്ക്ക് മത്സരിക്കാൻ കാണിച്ച ആ ആണത്തം അത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു പോസ്റ്റും വരുന്നുണ്ട്. ഒരുപാട് ആളുകളാണ് വിജയെ വിജയ്ക്ക് അധികാരം കൊടുക്കാൻ വേണ്ടിയിട്ടും വിജയ്ക്ക് അധികാരം കിട്ടിയതിലുമൊക്കെ സന്തോഷ പ്രകടനവുമായിട്ടൊക്കെ രംഗത്തേക്ക് വരുന്നത്. എന്തായാലും നല്ലൊരു ഭരണം തന്നെ വിജയ്ക്ക് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. സിനിമയിൽ രക്ഷകനായിട്ട് അഭിനയിക്കുന്ന വിജയ് റിയൽ ലൈഫിലും രക്ഷകനായിട്ട് തന്നെ എല്ലാവരുടെയും ഒപ്പം ഉണ്ടാവട്ടെ. ഈ നെറികെട്ട രാഷ്ട്രീയ കളികൾക്കെല്ലാം ഒരു വ്യത്യാസം ഉണ്ടാവട്ടെ, ഒരു മാറ്റം ഉണ്ടാവട്ടെ. ആ മാറ്റം ജനങ്ങളുടെ ഹിതത്തിന് വേണ്ടിയിട്ടും അവരുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞും അവർക്ക് വേണ്ടിയിട്ട് അവർക്കൊപ്പം നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കട്ടെ. ഇനി ഇതിന്റെ പേരിൽ ആരും ആത്മഹത്യ ചെയ്യാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പറയണം. കാരണം വിജയ് ജയിച്ച് വിജയിന് ഒരു സ്ഥലത്ത് പോകുമ്പോൾ എന്തായാലും ലക്ഷക്കണക്കിന് ആളുകൾ അല്ലെ കോടിക്കണക്കിന് ആളുകൾ ഒരു കടലിരമ്പം പോലെ ഓടിയെത്തും. ഇനി അവിടെയും വലിയ ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. വിജയ്ക്കെതിരെ വിലങ്ങുതടിയായിട്ട് നിന്നവർ ഇനി വിജയ്ക്കൊപ്പം നിൽക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. നല്ലത് ചെയ്താൽ നല്ലത് തന്നെ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു വീഡിയോ അടുത്ത ദിവസം കാണാമെന്നും പറഞ്ഞുകൊണ്ട് ഓക്കെ.